ബാങ്ക് ഡീറ്റെയിൽസും ഫോണിലേക്കുള്ള ചില ആക്സസുകളും നൽകിയാൽ മാത്രം മതി. വെറും 5 മിനിറ്റിനുള്ളിൽ പണം അക്കൗണ്ടിലെത്തും. ആരോടും ചോദിക്കേണ്ട. പെട്ടെന്നൊരു തുകയ്ക്ക് അത്യാവശ്യം വന്നാൽ ഒരു ഇൻസ്റ്റന്റ് ലോൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ലളിതമായ ചില നടപടികൾ പൂർത്തിയാക്കുക, പണം കിട്ടും. ചെറിയ തുകയൊക്കെ ആയതുകൊണ്ട് തിരിച്ചടയ്ക്കാൻ എളുപ്പമെന്ന രീതിയിലാണ് തുടങ്ങുന്നത്. പിന്നീട് പൈസ ആവശ്യം വരുമ്പോഴെല്ലാം ഇതേ ആപ്പിലേക്ക് തന്നെ ചെല്ലും. ഒരു തിരിച്ചടവ് മുടങ്ങിയാലാകും കളി മാറുന്നത്. പലിശ കൂടും, ഏജന്റുമാരുടെ ഭീഷണി കോളും മെസ്സേജുകളും എത്തും. ഒന്നാമത്തെ വായ്പ അടച്ചു തീർക്കാൻ മറ്റൊരു ആപ്പിൽ നിന്ന് കടമെടുക്കും. മാസങ്ങൾക്കുള്ളിൽ 10ഓളം ആപ്പുകളുടെ കടക്കണിയിലായിരിക്കും അകപ്പെടുക. ഇതൊരു കഥയൊന്നുമല്ല. ഇന്ന് ലക്ഷക്കണക്കിന് സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ അവസ്ഥയാണിത്. ഡിജിറ്റൽ ലോൺ ആപ്പുകൾ ഒരുക്കുന്ന കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലേ? നോക്കാം. സ്വാഗതം ഇന്ത്യത്തിലേക്ക്. പൂർണ്ണമായ സ്മാർട്ട് ഫോൺ ആപ്പുകളിലൂടെയും വെബ്സൈറ്റുകളിലൂടെയും വായ്പ നൽകുന്നവയാണ് ഡിജിറ്റൽ ലെൻഡിംഗ് ആപ്പുകൾ. ഇന്ത്യയിലെ മൊത്തം വ്യക്തിഗത വായ്പകളുടെ വലിയൊരു ശതമാനം ഇന്ന് ഇത്തരം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് വിതരണം ചെയ്യപ്പെടുന്നത്. ഇന്ത്യയിലെ മിഡിൽ ക്ലാസിനും യുവാക്കൾക്കുമിടയിൽ EMI കൾച്ചർ വർദ്ധിച്ചതായി ഫസ്റ്റ് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്മാർട്ട് ഫോണുകൾ മുതൽ വിനോദയാത്രകൾ വരെ EMI അടിസ്ഥാനത്തിൽ വാങ്ങാനുള്ള പ്രവണത കൂടി വരികയാണ്. കൃത്യമായ വരുമാന രേഖകളോ സിബിൽ സ്കോറോ ഇല്ലാതെ സാധാരണക്കാർക്ക് മുൻനിര ബാങ്കുകൾ വായ്പ നൽകില്ല എന്നതാണ് പ്രധാന കാരണം. ഒരു സുരക്ഷിതത്വവും ഇല്ലാതെ വീട്ടിലിരുന്ന് തന്നെ പണം ലഭിക്കുമെന്നത് ആളുകളെ ഇത്തരം ആപ്പുകളിലേക്ക് പെട്ടെന്ന് ആകർഷിക്കും. വായ്പ എടുക്കുമ്പോൾ ഒപ്പിടുന്ന കരാറുകളിലെ സങ്കീർണമായ നിബന്ധനകൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്നതും ഒരു കാരണമാണ്. COVID-19 ശേഷം ഭൂരിഭാഗം വികസ്വര രാജ്യങ്ങളിലും കുടുംബങ്ങളുടെ കടബാധ്യത വലിയ മാറ്റമില്ലാതെ തുടരുകയാണ്. എന്നാൽ ഇന്ത്യയിൽ ഇത് വളരെ വേഗത്തിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. 2025 ഡിസംബറിലെ കണക്കനുസരിച്ച് ഇന്ത്യക്കാരുടെ മൊത്തം കടം രാജ്യത്തിന്റെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ റെക്കോർഡ് 48% ഉയർന്നു. കോവിഡിന് മുൻപ് ഇത് 38% മാത്രമായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഈ കടങ്ങളിൽ 3/5 ഭാഗവും ഭവന വായ്പകളല്ല. ഇതിൽ പകുതിയോളവും ദൈനംദിന ആവശ്യങ്ങൾക്കും സാധനങ്ങൾ വാങ്ങാനുമായി എടുത്ത വായ്പകളാണ് എന്നതാണ് കൗതുകം. ഡിജിറ്റൽ വായ്പാ കെണി കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. തുടക്കത്തിൽ 5000 മുതൽ 10000 രൂപ വരെയുള്ള ചെറിയ തുകകളാണ് നൽകുക. വായ്പാ തുകയുടെ 15% മുതൽ 25% വരെ പ്രോസസിംഗ് ഫീ ആയും GST ആയും മുൻകൂട്ടി ഈടാക്കും. അതായത് 10000 രൂപ വായ്പ എടുത്താൽ കയ്യിൽ കിട്ടുന്നത് 8000 രൂപ മാത്രമായിരിക്കും. പക്ഷെ പലിശ നൽകേണ്ടത് മുഴുവൻ തുകയ്ക്കുമാണ്. പല അനധികൃത ആപ്പുകളും 7 മുതൽ 15 ദിവസത്തെ കാലാവധി മാത്രമാണ് നൽകുന്നത്. ചുരുങ്ങിയ ദിവസത്തിനകം പണം തിരിച്ചടക്കാൻ കഴിയാതെ വരുമ്പോൾ ആപ്പ് തന്നെ മറ്റൊരു വായ്പ എടുക്കാൻ പ്രേരിപ്പിക്കും. പഴയ വായ്പ തീർക്കാൻ പുതിയ വായ്പ എടുക്കുന്നതോടെ ഉപഭോക്താവ് സ്ഥിരമായ ഒരു കടക്കണിയിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. കേവല സാമ്പത്തിക നഷ്ടം മാത്രമല്ല ഇതുണ്ടാക്കുന്നത്. പണം തിരിച്ചടക്കാൻ കഴിയാതെ വരുന്നതോടെ റിക്കവറി ഏജന്റുമാരുടെ വിളിയെത്തും. അധിക്ഷേപവും മാനഹാനിയും കൂടാതെ ആത്മഹത്യ ചെയ്യാൻ വരെ പ്രേരിപ്പിക്കുന്നവരുണ്ട്. മരിച്ചാൽ കിട്ടുന്ന ഇൻഷുറൻസ് തുക ലോൺ തിരിച്ചടക്കാൻ ഉപയോഗിക്കുമെന്നതിനാലാണ് ഇത്. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉപഭോക്താക്കളുടെ ഫോൺ ഗാലറി, കോൺടാക്ട് ലിസ്റ്റ് എന്നിവയിലേക്കുള്ള അനുമതി നിർബന്ധമായി വാങ്ങുന്നുണ്ട്. തിരിച്ചടവ് മുടങ്ങുമ്പോൾ ഏജന്റുമാർ ഉപഭോക്താവിന്റെ ഫോൺ കോൺടാക്റ്റിലുള്ള ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സന്ദേശങ്ങൾ അയച്ച് അപമാനിക്കും. വ്യാജ അശ്ലീല ചിത്രങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം ചെറുകിട കച്ചവടക്കാർ, താൽക്കാലിക ജീവനക്കാർ, കോളേജ് വിദ്യാർത്ഥികൾ, പെട്ടെന്ന് പണത്തിന് ആവശ്യമുണ്ടാകുന്ന വീട്ടമ്മമാർ എന്നിവരാണ് ഇത്തരം വ്യാജ ആപ്പുകളുടെ പ്രധാന ഇരകൾ. സ്ഥിരവരുമാനമില്ലാത്ത ഈ വിഭാഗങ്ങൾക്ക് മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിക്കാൻ കഴിയാത്തതാണ് കാരണം. വ്യാജ ലോൺ ആപ്പുകളുടെ തട്ടിപ്പ് തടയാൻ റിസർവ് ബാങ്കും കേന്ദ്ര സർക്കാരും കർശന നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അംഗീകൃത ഡിജിറ്റൽ വായ്പാ ആപ്പുകളുടെ ഒരു ഔദ്യോഗിക പട്ടിക RBI വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. വായ്പ നൽകുന്നതിന് മുൻപ് പലിശ നിരക്ക്, പ്രോസസിംഗ് ഫീ, ആകെ തിരിച്ചടയ്ക്കേണ്ട തുക എന്നിവ വ്യക്തമാക്കുന്ന കീ ഫാക്ട് സ്റ്റേറ്റ്മെന്റ് ഉപഭോക്താവിന് നൽകണമെന്നത് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ ഫോൺ ഗാലറിയിലേക്കോ കോൺടാക്റ്റുകളിലേക്കോ പ്രവേശിക്കാൻ ആപ്പുകൾക്ക് അനുമതി നൽകരുത് എന്നും RBI കർശനമായി വിലക്കിയിട്ടുണ്ട്. തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യാനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലും 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറും സജ്ജമാക്കിയിട്ടുണ്ട്. കൂടാതെ റിസർവ് ബാങ്കിന്റെ സജീത് പോർട്ടൽ വഴിയും പരാതി നൽകാം. നിങ്ങൾ ഇതിനകം ഒന്നിലധികം ഡിജിറ്റൽ വായ്പകളുടെ കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിഭ്രാന്തരാകാതെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പഴയ കടം വീട്ടാൻ പുതിയ ലോൺ ആപ്പുകളെ ആശ്രയിക്കുന്നത് പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നതാണ് ഒന്നാമത്തേത്. നിങ്ങളുടെ അവസ്ഥ കുടുംബത്തെയോ വിശ്വസ്തരായ സുഹൃത്തുക്കളെയോ അറിയിക്കുക. മാനസികമായ പിന്തുണ ഈ സമയത്ത് വളരെ അത്യാവശ്യമാണ്. ഭീഷണികളോ ബ്ലാക്ക് മെയിലിംഗോ ഉണ്ടായാൽ ഉടൻ തന്നെ 1930 എന്ന നമ്പറിലോ ലോക്കൽ സൈബർ പോലീസിലോ പരാതി നൽകുക. വായ്പ നൽകിയ സ്ഥാപനം RBI അംഗീകൃതമാണെങ്കിൽ തിരിച്ചടവിന് കൂടുതൽ സമയം അനുവദിക്കാൻ അവരോട് നേരിട്ട് അഭ്യർത്ഥിക്കാവുന്നതുമാണ്.